പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു കൊച്ചുകുട്ടി മുത്തശ്ശിയോട് ചോദിച്ചു, യേശു എപ്പോഴാണ് തിരിച്ചുവരുന്നത്? അവൾ പുഞ്ചിരിച്ചു, നിങ്ങൾ ഉച്ചഭക്ഷണം ഇല്ലാത്ത ഒരാളുമായി ഉച്ചഭക്ഷണം പങ്കിടുമ്പോഴെല്ലാം അവൻ ഇതിനകം ഇവിടെയുണ്ട്. അതാണ് ഇന്നത്തെ സുവിശേഷ ഞെട്ടൽ. പരീശന്മാർ ഒരു തീയതി, ഒരു അടയാളം ആവശ്യപ്പെടുന്നു. യേശു പറയുന്നു, രാജ്യം ആർഭാടത്തോടെ വരുന്നില്ല, അത് ഇതിനകം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, ഷെഡ്യൂൾ ചെയ്യാത്ത മിന്നൽ പോലെ. നിങ്ങൾ അത് നേടുന്നില്ല, നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നു. ഷിഫ്റ്റിനു ശേഷം മരിക്കുന്ന കൈ പിടിച്ചിരിക്കുന്ന നഴ്സിൽ, പരിഹസിക്കപ്പെട്ട കുട്ടിയെ സംരക്ഷിക്കുന്ന കൗമാരക്കാരിയിൽ, പുലർച്ചെ 5 മണിക്ക് ജപമാല ചൊല്ലുന്ന കുടിയേറ്റ അമ്മയിൽ. എല്ലാ യുഗങ്ങളിലും വ്യാജ മിശിഹാമാരുണ്ട്. ക്രമം വാഗ്ദാനം ചെയ്യുന്ന സ്വേച്ഛാധിപതികൾ. 10 ഘട്ടങ്ങളിലൂടെ സന്തോഷം വിൽക്കുന്ന സ്വാധീനശക്തിയുള്ളവർ. അവരെ ഇല്ലാതാക്കുക, പറുദീസ് ആരംഭിക്കുന്നു എന്ന് മന്ത്രിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ. അൽഗോരിതം വിളിക്കുമ്പോൾ നമ്മൾ പ്രേതബാധിക്കുന്ന ഒരു ഗിഗ് പോലെയാണ് വിശ്വാസത്തെ നമ്മൾ കാണുന്നത്. യേശു മുന്നറിയിപ്പ് നൽകുന്നു, അത് അവിടെ കഴിഞ്ഞു എന്ന് പിന്തുടരരുത്. മനുഷ്യപുത്രൻ നിങ്ങൾ എവിടെയാണോ അവിടെ മിന്നിമറയുന്നു. ബ്രേക്ക് റൂം, ബസ് സ്റ്റോപ്പ്, പുലർച്ചെ 2 മണി സ്ക്രോൾ. ഒരു വിദ്യാർത്ഥി തുണി മടക്കിവെക്കുമ്പോൾ യേശു പ്രാർത്ഥന ചൊല്ലുന്നു. ഒരു ടീഷർട്ടിന് 10 അക്ഷരങ്ങൾ. അതാണ് രാജ്യം, പൊടിപടലങ്ങളെ കോളനിവൽക്കരിക്കുന്നു. എന്നാൽ ആദ്യം അവൻ കഷ്ടപ്പെടുന്നു, ഈ തലമുറയാൽ നിരസിക്കപ്പെട്ടു. ഹൊസാന ജനക്കൂട്ടം ക്രൂശിക്കപ്പെട്ട ജനക്കൂട്ടമായി മാറുന്നു. കാരണം രാജ്യം ആവശ്യപ്പെടുന്നു, സ്വയം മരിക്കുക, ജീവിക്കുക. ജോലി, വിവാഹം, ആരോഗ്യം എന്നിവ നഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, എന്റെ ഹൃദയം ശരിയാക്കുക. വിള്ളലുകൾ തകർക്കുന്ന രാജ്യം അതാണ്. അതുകൊണ്ട് ചെറുതായി തുടങ്ങുക. ഇന്ന് രാത്രി സമ്പാദിക്കാത്ത ഒരു സമ്മാനത്തിന്റെ പേര് നൽകുക. ദൈവത്തിന് ഉറക്കെ നന്ദി പറയുക. വ്യാജരക്ഷകരെ നിരസിക്കുക. ചോദിക്കുക, ഇത് കുരിശിലേക്ക് നയിക്കുമോ? മറ്റൊരാളുടെ കുരിശ് ചുമക്കുക, പോരാടുന്ന സുഹൃത്തിന് സന്ദേശം അയയ്ക്കുക, ദുഃഖിതരോടൊപ്പം ഇരിക്കുക. രാജ്യം വന്നിരിക്കുന്നു. ക്ഷമയോടെ കുരിശിൽ അത് മിന്നിമറയുന്നു. ഭയത്തിനു പകരം സ്നേഹം തിരഞ്ഞെടുക്കുമ്പോൾ അത് മിന്നിമറയുന്നു. ഒരു ദിവസം അവസാന മിന്നൽപ്പിണർ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നത് വെളിപ്പെടുത്തും. അതുവരെ കണ്ണുകൾ തുറന്നിരിക്കുക. അടുത്ത മിന്നൽപ്പിണർ നിങ്ങളുടെ അടുക്കള, ക്ലാസ് റൂം, ആശുപത്രി മുറി എന്നിവയായിരിക്കാം. ഇമ ചിമ്മരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.